ഞാനതിനകത്ത് കാണുന്ന ഒരു പ്രധാനമായ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഏറ്റവും വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിഥുൻ എന്ന് പറയുന്ന ഒരു കുട്ടി വളരെ ദാരുണമായി മരണപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഒരുങ്ങി വളരെ ഇതായിട്ട് ചെന്നു, സ്കൂളിൻ്റെ തന്നെ ബസ് ചെല്ലുന്നു, വിളന്തറയിൽ നിന്ന് അദ്ദേഹത്തെ കയറ്റുന്നു, ആ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ സ്കൂളിൽ ഈ ബസ് വന്നിറങ്ങി കുട്ടികളെ ഇറക്കിയതിന് ശേഷം ആ സ്കൂളിൽ ഇതിന് ഒരു ഉത്തരവാദിത്തപ്പെട്ടവരും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകില്ല. മറ്റൊന്ന്, സ്കൂളിനോട് ചേർന്ന് ഒരു വാഹനം വെക്കുന്നതിന് വേണ്ടി ഒരു ഷെഡ് നിർമ്മിച്ചിരിക്കുന്നു. ഈ ഷെഡ് ഇന്ന് എല്ലാ സോഷ്യൽ മീഡിയകളും കണ്ടതാണ്. ഒരുപക്ഷെ ഞങ്ങളും അത് കാണുന്നത് ഇന്നാകാം എന്ന് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ തെറ്റാകാം, ആ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് ആ ഷെഡിൽ നിന്ന് റോഡിൽ നിന്ന് പോകുന്ന പോസ്റ്റ് അടുത്ത പോസ്റ്റിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ദൂരം എത്രയാണ് എന്ന് നാം മനസ്സിലാക്കണം. സ്വാഭാവികമായി ഇലക്ട്രിസിറ്റിയുടെ ഒരു ലൈൻ കൊടുക്കാനുള്ള ദൂരപരിധി എത്രയാണ്? ഒരു പോസ്റ്റിൽ നിന്ന് മറ്റൊരു പോസ്റ്റിലേക്ക് പോകേണ്ടത് എത്ര ദൂരമാണ്? പരമാവധി 35 അല്ലെങ്കിൽ 38 മീറ്ററിനകത്ത് പോസ്റ്റ് സ്ഥാപിക്കേണ്ടതാണ്. അവിടെ യാതൊരുവിധ പോസ്റ്റുമില്ല. ഒരു പോസ്റ്റിൽ നിന്ന് മറ്റൊരു പോസ്റ്റിലേക്ക് പോകുന്ന ലൈനിലേക്ക് വളരെ ഊഞ്ഞാല് പോലെ താഴേക്ക് തട്ടി നിൽക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ 2 പോസ്റ്റുകൾ അല്പം ചാഞ്ഞാൽ ഈ കമ്പി വന്ന് പതിക്കുന്നത് ഈ ഷെഡിലായിരിക്കാം. 100 കണക്കിന് വിദ്യാർത്ഥികളുടെ ഷെഡിലേക്ക് താന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സൈക്കിൾ വെച്ചിട്ടുള്ള പിഞ്ചോമനകളുടെ അവസ്ഥ എന്താകുമെന്ന് സ്വാഭാവികമായി ചിന്തിക്കാം. സ്വാഭാവികമായി സ്കൂളിൻ്റെ ഒരു പൊതുസ്ഥിതി എന്ന് പറഞ്ഞാൽ പൊതുവേ ആരും അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിൻ്റെ പഠനം നടക്കുന്ന അന്നാണ്. അവിടെ അന്നത്തെ പ്രാദേശികമായി ജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്ത് പൊതുജനങ്ങളുടെ സമ്മതാർത്ഥം തെരഞ്ഞെടുപ്പ് നടത്തി പോകണം എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ആർക്കും മറ്റൊരാളിനകത്ത് കടന്ന് എല്ലാവരും മെമ്പർഷിപ്പ് കൊടുക്കാനൊന്നും ആ സ്കൂളിന് അധികാരമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം കൊടുത്ത് കൊണ്ടുപോകുന്ന ഒരു സ്കൂളാണത്. ആ സ്കൂളിൻ്റെ അവസ്ഥയെക്കുറിച്ചോ, ഞാൻ പ്രദാനം ചെയ്തത് വൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ആയിരുന്നു. എനിക്ക് ചില പരിപാടികളിലൊക്കെ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞുവെങ്കിലും പക്ഷേ അവിടുത്തെ സ്വാഭാവികമായി കഴിഞ്ഞ 5 വർഷക്കാലമായി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാരായിട്ടുള്ള ആർക്കെങ്കിലും ഒരു പരിപാടിയിലേക്ക് അവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ക്ഷണിക്കാറില്ല, അവിടെ പങ്കെടുക്കാറില്ല. അവിടെ തീരുമാനമെടുക്കുന്നതും അവിടെ നടക്കുന്നതാണ്. അവിടുത്തെ പ്രദേശത്തിന് ചുമതല കൊടുത്തൊരു സ്കൂള് ഇന്ന് എവിടെ നിന്നൊക്കെയോ ഉള്ള അധ്യാപകരെയാണ് അവർ കയറ്റുന്നത്. പണത്തിന് വേണ്ടി എല്ലാവരെയും കയറ്റുന്നു. ആ സ്കൂളിൽ നിന്ന് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ട് വളരെ നിരുത്തരവാദപരമായി മുന്നോട്ട് പോകുന്നു. ഇലക്ട്രിസിറ്റി ബോർഡ് സ്കൂളിന് ഒരേ പങ്കാണുള്ളത്. പഞ്ചായത്തിൻ്റെ ഒരുപക്ഷെ അവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നുള്ളത് കെട്ടിടത്തിന് മാത്രമാണ്. കെട്ടിടത്തിൻ്റെ ഫ്രണ്ട് വശത്തെ കമാനം ഇന്ന് എല്ലാവരും കണ്ടതാണ്. ഇന്ന് ഒരുപാട് ഉപരോധങ്ങൾ അവിടെ നടന്നു. ആ കമാനത്തിൽ നകത്തേക്ക് കയറിയാൽ ഒരുപക്ഷെ ഫിറ്റ്നസ് കൊടുക്കാൻ കയറുന്ന എത്രയോ കെട്ടിടങ്ങൾ അവിടെയുണ്ട്. ബോയ്സും ഗേൾസുമായിട്ട് നിരവധി കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ ബാക്കിലേക്ക് വയലേഷൻ ഉണ്ടോ എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. പുറകോട്ട് സ്ഥലം കിടക്കുകയാണ്. അപ്പോൾ ഈ സ്കൂളിനോട് ചേർന്ന് ഒരു ബിൽഡിംഗ് അല്ലാത്ത തരത്തിൽ ഒരു ഷെഡ് ഇലക്ട്രിക് കമ്പിയോട് ചേർത്ത് താഴെ നിർമ്മിച്ചു എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ അനുമതിയോ പഞ്ചായത്തിൻ്റെ യാതൊരു അനുമതിയോ അവർ വാങ്ങിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള നിർമ്മിതി നടത്തിയിട്ട് ഒരുപക്ഷെ ഈ കമ്പി ഏതെങ്കിലും തരത്തിൽ കാറ്റടിച്ച് ആ ഷീറ്റെ തട്ടിയിരുന്നുവെങ്കിൽ 100 കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വളരെ വിഷമകരമായൊരു സംഭവമാണ് അവിടെ. ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ സ്കൂൾ മാനേജ്മെൻറ്റിനും അവിടുത്തെ അതുപോലെ തന്നെ KSEBിക്കുമാണ്. KSEBിയുടെ പൊതു സ്വഭാവം എന്താ? അവർക്ക് സ്ഥാപനമെന്നോ വിദ്യാലയമെന്നോ ഒന്നും നോക്കാറില്ല. ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം വളരെ അടിവരയിട്ട് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താ? സ്കൂൾ കാമ്പൗണ്ടിനകത്തുകൂടി ഒരു കാരണവശാലും ഇലക്ട്രിക് ലൈൻ കടന്നു പോകാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താ, ഈ സ്കൂളിൽ അത് മാനദണ്ഡമല്ലേ? ഈ സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കാണാൻ കഴിഞ്ഞില്ലേ? എത്രയോ ഫീവൽസമാണ് കാണിച്ചിരിക്കുന്നത്. ഒരു രാവിലെ സ്കൂളിലേക്ക് ഒരുക്കിക്കൊണ്ട് വന്ന കുട്ടിയുടെ ചേതനയേറ്റ ശരീരമാണ് കൊണ്ടുപോകുന്നത്. ഇനി അതിൻ്റെ തള്ള വരുന്നത് കാത്തിരിക്കുകയാണ്. വീടിൻ്റെ പ്രായത്തമനുസരിച്ച് കൽപ്പണിക്കാരനായ ഒരാളിൻ്റെ മകനാണ്. ആ കുട്ടിയുടെ ചേതനയേറ്റ ശരീരത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഓരോ വീട്ടിലും അണുകുടുംബമുള്ള വീടുകളാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ അടിവരയിട്ട് പറയുന്നു, സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെയും KSEBിക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണം. അവർക്കെതിരെ ആ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിന് സമാധാനം പറയാൻ ബാധ്യതയുണ്ട്. അവിടെ മറ്റാർക്കും മെമ്പർഷിപ്പ് കൊടുക്കില്ല. ആ സ്കൂളിൽ അവർ തീരുമാനിക്കുന്നവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് കൊടുക്കൂ. അതുകൊണ്ട് ആ സ്കൂളിന്റെ ഭരണം ആരുടെ കയ്യിലാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇത് താങ്കൾ പറയുന്നത്, അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ നിയമലംഘനം, ചട്ടലംഘനം, സുരക്ഷാ മാനദണ്ഡ ലംഘനം എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ആ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഇതുപോലെ ഊഞ്ഞാല് പോലെ കിടക്കുന്ന വൈദ്യുതി കമ്പി, അകലം പാലിക്കാത്ത പോസ്റ്റുകൾ, അതിന് തൊട്ടു താഴെയുള്ള ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച സൈക്കിൾ ഷെഡ്, ഇവയൊന്നും ഒറ്റ നോട്ടത്തിൽ ആർക്കും അനുവദിക്കാൻ കഴിയാത്തതാണ്. പക്ഷേ അത് താങ്കൾ പറയുന്നത് പോലെ
ഭരണകൂട ബന്ധുക്കളായ ആളുകളുടെ സ്ഥാപനമാണ്, അവരുടെ മാനേജ്മെൻറ്റാണ്. അതുകൊണ്ട് ഒരു പരിശോധനയും അവിടെ ചെന്നില്ല, ഒരു മാനദണ്ഡവും അവർ പാലിച്ചില്ല, അവർക്കൊന്നിനെയും ഭയപ്പെടേണ്ടി വന്നില്ല, അതിന് ഒരു കുഞ്ഞിൻ്റെ ജീവൻ അവസാനം ബലി കൊടുക്കേണ്ടി വന്നു എന്നാണോ? അതെ, ഒരു കുഞ്ഞിൻ്റെ ജീവൻ അതിനു വേണ്ടി ബലി കൊടുക്കേണ്ടി വന്നു. ഇന്നിപ്പോൾ വൈകുന്നേരത്ത് MLA രാവിലെ മുതൽ അദ്ദേഹം സ്ഥലത്തില്ല. അദ്ദേഹം വൈകിട്ട് വന്നിട്ട് പറഞ്ഞെന്താ? അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ വാക്കേ പറയുന്നത്, സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ആരുടെ, കുട്ടിയുടെ ഭാഗത്താണോ വീഴ്ച ഉണ്ടായത്? സ്കൂളിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയില്ലെങ്കിൽ പിന്നെ ആരെയാണ് അവിടെ ചെയ്തത്? അവിടെ ഇത്രയും ദൂരത്തിൽ ഒരു വീട്ടുകാരനൊരു കൈവേർ കൊടുക്കണമെങ്കിൽ 35 മീറ്ററിലധികം ഉണ്ടെങ്കിൽ കൈവേർ കൊടുക്കാത്ത KSEB എന്തിനാണ് ആലാത്ത് പോലെ ഇത്രയും നീളത്തിലൊരു നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ ഊഞ്ഞാല് പോലെ ഒരു ഇലക്ട്രിക് കമ്പി ഇട്ടിരിക്കുന്നത്? നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അവിടെ വരുന്ന ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ മുഴുവൻ മീഡിയകളും അവിടെ ഉണ്ടായിരുന്നു, നേരിട്ട് കണ്ടവരാണ് അവർ. എത്ര വിരോധാഭാസമാണ് കാണിച്ചത്? നിരുത്തരവാദപരമായ പ്രവർത്തനം മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. ആ സ്കൂളിന്റെ ഭാഗത്തുനിന്നും അതുപോലെ KSEBയുടെ ഭാഗത്തുനിന്നും ഉണ്ടായ വീഴ്ച. KSEBയുടെ പൊതു സ്വഭാവം എന്താ? ഏത് വിഷയം വന്നാലും KSEBക്ക് പണം വേണം.